നമസ്കാരം. 7 വർഷം മുമ്പ് ഇതുപോലെ ഒരു കനത്ത മഴയൊക്കെ ഉണ്ടായ ഒരു ദിവസമാണ് വെള്ളാങ്കല്ലൂർ ആൾക്കാരുടെ പ്രവർത്തനം ആരംഭിച്ചത്. വർഷങ്ങൾക്കിപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളെ തുടരാൻ, അവർക്ക് പരിചരണം നൽകാനും അവരെ സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും, ഇന്നിപ്പോൾ ഇവിടെ വേദിയിൽ കണ്ടതുപോലെ ഒരു വേദിയിൽ തന്നെ ഒരു പരിപാടികൾ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ശാരീരികമായിട്ടും മാനസികമൊക്കെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ ആ രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു വലിയ പ്രവർത്തനം ഈ 7 വർഷം കൊണ്ട് വെള്ളാങ്കല്ലൂർ മെഡിക്കൽ സെൻ്റർ പൂർത്തിയാക്കി കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള ആളുകളിലേക്ക് ഈ പ്രവർത്തനം കൂടുതലായി എത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. ആൽഫ വെള്ളാങ്കല്ലൂർ മെഡിക്കൽ സെൻ്റർ ഒരു പുതിയ വളർച്ചയുടെ ഘട്ടത്തിലാണ്. പുതിയൊരു വലിയ കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് കൂടിയാണ്. അങ്ങനെ ഈ വെള്ളാങ്കല്ലൂർ പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഒരു വലിയ തണലായിട്ട് മാറാനായിട്ട് ഇതുവരെ കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് പോകുന്ന വെള്ളാങ്കല്ലൂർ മെഡിക്കൽ സെൻ്ററിൻ്റെ പ്രവർത്തകരെയും ഇതിൻ്റെ നേതൃത്വം നൽകുന്നവരെയും സ്റ്റാഫിനെയും എല്ലാം മുക്തകണ്ഠം പ്രശംസിക്കാനുള്ളൊരു വേദിയായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. ഒപ്പം ജീവിതത്തോട് ചേർത്ത് നിർത്തിയല്ല, നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറിലൊക്കെ എല്ലാം ശരിയാക്കാൻ പറ്റുന്ന ആളുകളല്ല നമ്മളൊക്കെ, പക്ഷെ അവരെത്രമാത്രം നമുക്ക് ജീവിതത്തോട് ചേർത്ത് നിർത്താം എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാനായിട്ടുള്ള വേറിട്ട വഴികൾ ഏത് കാലങ്ങളിലും വെള്ളാങ്കല്ലൂർ മെഡിക്കൽ സെൻ്റർ ഏറ്റെടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേദിയായിട്ട് കൂടി തന്നെ കാണുന്നു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ, കൂടുതൽ പേരെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയട്ടെ. ഒപ്പം ആൽഫ കുടുംബത്തിൻ്റെ നമുക്കറിയാം, ഒരു 4 ജില്ലകളിലായിട്ട് നമ്മൾ 19 കേന്ദ്രങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഒരു 10,000-ലേറെ ആളുകൾക്ക് നമ്മൾ ഈ ദിവസം നമ്മുടെ സേവനം എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരിൽ ഞങ്ങൾക്ക് ആശംസകൾ നേരാണ്. ആൽഫ കുടുംബം 2030 കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് 2030 വേദന അനുഭവിക്കുന്ന ആരും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമായി തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ജില്ലകളിൽ പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രയത്നം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു 8 സെൻ്ററുകൾ പുതിയതായിട്ട് നമുക്ക് ആരംഭിക്കാൻ കഴിയും. അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള സെൻ്ററുകൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ ഒരു വലിയ ലക്ഷ്യം നമുക്കുണ്ട്. കേരളം മുഴുവൻ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും കേരളം മുഴുവനുള്ള ആളുകൾക്ക് ആശ്വാസം നൽകാൻ എന്നുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ആൽഫ കുടുംബം മുന്നേറുന്നത്. ഒപ്പം നമ്മളൊരു 170 പേരെ താമസിപ്പിച്ച് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം എടമുട്ടത്ത് നടക്കുകയാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം, ട്രെയിനിങ്ങിന് പരിശീലനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു രാവിലെ. അതുകൊണ്ടാണ് ഞങ്ങൾ അല്പം വൈകി ഈ ചടങ്ങിലേക്ക് എത്തിയത്. അതിനുശേഷം ചോദിക്കുകയാണ് എല്ലാവരോടും. ഒപ്പം എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.